നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CJ റോയിയുടെ മരണം നടന്ന് ദിവസങ്ങളായപ്പോൾ വളരെ നിർണായകപ്പെട്ട ചില സംശയങ്ങളും ചില നിരീക്ഷണങ്ങളും പലരും പുറത്തേക്ക് വിടുകയാണ്. പല മുഖ്യധാരാ മാധ്യമങ്ങളും ശ്രദ്ധിക്കാതെ പോയ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CJ റോയി പുറത്ത് വലിയ രീതിയിലൊക്കെ തന്നെ തനിക്ക് ഒരു തരത്തിലും ഒരു രൂപ പോലും കടമില്ലാത്ത വ്യക്തിയാണെന്നും ഒരു രൂപ പോലും കടമില്ലാതെ ബിസിനസ് ചെയ്ത മഹാനാണെന്ന് വീമ്പടിക്കുമ്പോഴും ബിസിനസ് ചെയ്തു വരുത്തിയ വമ്പൻ കടങ്ങൾക്ക് വേണ്ടി മറ്റ് ചില വഴികളിലേക്ക് റോയ് സഞ്ചരിച്ചെന്നും ഈ വഴികൾ കൃത്യമായി തന്നെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കും ഇൻകം ടാക്സിന് മനസ്സിലായെന്നും ആ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് CJ റോയ് ആത്മഹത്യ ചെയ്തതെന്നുമാണ് ചിലർ പറയുന്നത്. അതായത് ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ റോയിയാണ് മരണം സ്വയം തെരഞ്ഞെടുത്തത് എന്നാണ് ചില വിമർശകർ അല്ലെങ്കിൽ ചില നിരീക്ഷകർ പറയുന്നത്. അതിലെടുത്തു പറയേണ്ടത് റിട്ടയർഡ് SP ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ $12 ലക്ഷം കൊടുത്ത് ചെക്കോസ്ലോവാക്യയിൽ നിന്നും റോയി വാങ്ങിക്കൂട്ടിയ ആ ഒരു പദവി, അതായത് ആ പദവി വഴി റോയിക്ക് പല ഇടപാടുകൾ നടന്നിട്ടുണ്ടാകാം. മയക്കുമരുന്നിനും അതുപോലെ തന്നെ ഈ കള്ളപ്പണത്തിനും ഒക്കെ തന്നെ അത്തരം പ്രവർത്തികളൊക്കെ വഴിയാണ് ഈ പറയുന്ന ചെക്കോസ്ലോവാക്യ പണം ഉണ്ടാക്കുന്നതും. അവിടെ എന്താണ്, അതായത് ഇന്ത്യ നിയമിച്ച ഒരു ഡെമോക്രാറ്റ് അല്ലാതെ പണം കൊടുത്തു വാങ്ങിയ പദവി എന്തിനാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോയിയുടെ തന്നെ ഒരു റോൾസ് റോയ്സ് കാറിന്റെ മുന്നിലായിട്ട് അവിടുത്തെ കാർ നമ്പർ, അതായത് രജിസ്റ്റർ നമ്പറും അതിന് തൊട്ട് മുകളിലായി തന്നെ ഹോണറബിൾ CC ഓഫ് ചെക്കോസ്ലോവാക്യ എന്ന് എഴുതിയിട്ടുമുണ്ട്. അതിന്റെ തെളിവുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പണമിടപാടുകൾ, കോടിക്കണക്കിന് ഇടപാടുകൾ റോയി ചെയ്തിട്ടുണ്ടെന്നും ആ കള്ളപ്പണ ഇടപാടുകൾ കുറിച്ച് ഇൻകം ടാക്സിന് വ്യക്തമായി ബോധ്യം വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നാണ് പറയുന്നത്. ജീവിതം ആർഭാടമാക്കണം, ആഡംബരമാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ആർഭാടത്തിന്റെയും ആഡംബരത്തിന്റെയും പിന്നാലെ പോയതുകൊണ്ടാണ് റോയിക്ക് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ചില നിരീക്ഷണം, അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം നമുക്കൊന്ന് കേൾക്കാം. അതായത് എന്തിനാണ് ചെക്കോസ്ലോവാക്യയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായി മാറിയ സ്ലോവാക്യയിലെ ഇന്ത്യയിലെ ഒരു അംബാസഡർ പോലെ $2 ലക്ഷം കൊടുത്ത് ഒരു പദവി സമ്പാദിച്ചത്? സ്ലോവാക്യ നമുക്കറിയാം, അവിടെ ഏകദേശം 55 ലക്ഷം ജനങ്ങളുണ്ട്. അവിടെ കള്ളക്കടത്താണ് ഇപ്പോൾ അവിടുത്തെ വലിയ വരുമാനം. ഡ്രഗ്സിൻ്റെ ഹോൾസെയിൽ ഡീലറാണ്. ആയുധങ്ങളുടെയും ഡീലേഴ്സായിട്ട് കള്ളക്കടത്ത് ആയുധങ്ങളും അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയി റോയി എന്തിനാണ് ഒരു ഡിപ്ലോമാറ്റ് പദവി വാങ്ങിച്ചത്? അങ്ങനെ സ്ലോവാക്യയിലെ ഡിപ്ലോമാറ്റ് ഒറിജിനൽ അവരുടെ ഇന്ത്യയിലേക്കുള്ള പ്രതിനിധി ഡൽഹിയിലുണ്ട്. പക്ഷേ അങ്ങനെ അവരുടെ ഒഫീഷ്യലായ പ്രതിനിധി ഉള്ള സ്ഥലത്ത് ഈ ഡിപ്ലോമാറ്റിക് മാർഗത്തിൽ കൂടെ ചില ഏരിയകളുടെ ഒരു പ്രതിനിധിയായിട്ട് ആ രാജ്യത്തിന് പൈസ കൊടുത്താൽ നിയമിക്കും. അങ്ങനെ നിയമിച്ച ഒരാളാണ് റോയി. ഏത് ഏരിയയാണ്? ഇന്ത്യയിലെ മൊത്തമായിട്ടുള്ളൊരു ചാർജല്ല ഡിപ്ലോമാറ്റിക്ക്. അദ്ദേഹം ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക 3 സ്റ്റേറ്റിൻ്റെ ഒരു അംബാസഡർ പദവിയാണ് അദ്ദേഹം അവിടുന്ന് വിലയ്ക്ക് വാങ്ങിച്ച് കൊണ്ടുവന്ന്. അതിനകത്ത് ചില ഗുണങ്ങളുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് അത് എയർപോർട്ടിൽ വരുമ്പം ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ അദ്ദേഹത്തിന് പോകാം. അതിന് അവിടെ ആരും തടയാൻ ഒക്കില്ല, കാരണം ആ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെയാണ്. പക്ഷേ ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഡൽഹിയിലെ ആസ്ഥാനമെങ്കിലും ഇന്ത്യയിലെ 3 സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സ്ലോവാക്യ. അത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക. ഈ 3 സ്റ്റേറ്റിലുമാണ് ധാരാളം ബ്ലാക്ക് മണി വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് മണി വരുന്നത് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും തന്നെയാണ്. അവിടേക്കാണ് അദ്ദേഹം അംബാസഡർ പദവി വാങ്ങിച്ചത്. അതിനകത്ത് ഏതോ ഒരു അബദ്ധം പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെയൊക്കെ തട്ടിപ്പും വെട്ടിപ്പിൻ്റെ മേഖലയും റോബറി, ഡക്കോയിറ്റിയുടെ ഒക്കെ മേഖലകളാണ്. അവിടുത്തെ ഒരു തട്ടിപ്പ് നടന്നതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏകദേശം 9,000 കോടിയുടെ സ്വത്തുണ്ടെന്നൊക്കെ ഒരു വീമ്പിളക്കിയെങ്കിലും 600-800 കോടി രൂപയുടെ കടവുണ്ട്. അതിൽ നിന്ന് നിവരാൻ യാതൊരു നിവൃത്തിയില്ല. അങ്ങനെയുള്ള റോയി ഇതുപോലെയുള്ള 3 സ്റ്റേറ്റിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് പദവി മറ്റു രാജ്യത്തുനിന്ന് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ നോട്ടം ഇട്ടിട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവിടുത്തെ എവിടെയെങ്കിലും ഒരു തട്ടിപ്പ്, കാരണം അത് ബ്ലാക്ക് മണി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഇത് 3. അവിടെയുള്ള രാഷ്ട്രീയ മേധാവികൾക്കൊക്കെ
കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്. ആ പണം എങ്ങോട്ടെങ്കിലും ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഡൈവേർഷൻ റോയിയുടെ അടുത്തേക്ക് വന്നു. റോയി കൈ നീട്ടി അത് സ്വീകരിച്ചു. കാരണം റോയി കടം കൊണ്ട് മുടിഞ്ഞു നിൽക്കുന്ന ആളാണ്. പക്ഷെ വെളിയിൽ അങ്ങനെയല്ല, സീറോ ഡെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വാചകം അടിച്ചുകൊണ്ട് നടക്കും. അതേസമയത്ത് ഭയപ്പാടാണ് റോയിക്ക്. അതിനാണ് 15ഓളം സെക്യൂരിറ്റിക്കാരെ കൂടെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവനിൽ ഒരു ത്രെട്ട് ഈ 3 സ്റ്റേറ്റിൽ നിന്നും വന്നു. അതാണ് മരണത്തിന് കാരണമെന്നാണ് ഞാൻ കരുതുന്നത്.